ഇന്ന് നോമ്പിലെ ആദ്യ തിങ്കളാഴ്ച ദിവസം, പരിശുദ്ധമായ സുബുക്കോന ശുശ്രൂഷയുടെ ദിവസം, ഈ അനുരഞ്ജനത്തിൻ്റെ ദിവസം, സുവിശേഷം നമ്മെ ഈശോയോടൊപ്പം മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. മരുഭൂമി അത്ര സുഖകരമായ ഒരു സ്ഥലമല്ല. അത് നിശബ്ദതയുടെയും പോരാട്ടത്തിൻ്റെയും വിശപ്പിൻ്റെയും ഒക്കെ ഇടമാണ്. നോമ്പുകാലം യഥാർത്ഥത്തിൽ അതാണ്. ദൈവം നമ്മുടെ ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്ന് നമ്മെ അകറ്റി നമ്മുടെ ഹൃദയ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ ഒരുക്കുന്ന കാലം. ഇവിടെ ഈശോ 3 പ്രാവശ്യം പരീക്ഷിക്കപ്പെടുകയാണ്. ഈ പ്രലോഭനങ്ങൾ ഓരോ ക്രിസ്തു ശിഷ്യനും പോരാടേണ്ട പോരാട്ടം വെളിപ്പെടുത്തുന്നു. ഒന്നാമതായി പിശാച് പറയുന്നു, കല്ലുകൾ അപ്പമാക്കി മാറ്റുക. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വയം തൃപ്തിപ്പെടുത്തുക, നിങ്ങളുടെ ആഗ്രഹങ്ങളെ പോറ്റുക, നിന്റെ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുക. പക്ഷേ ഇത് ഈ ലോകത്തിൻ്റെ വലിയൊരു പ്രലോഭനമാണ്. ഇറ്റ് സേസ് ദാറ്റ് ഹാപ്പിനെസ് ഈസ് ഫൗണ്ട് ഇൻ പൊസഷൻസ്, പ്ലഷർ ആൻഡ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. എന്നാൽ ഈശോ വളരെ വ്യക്തമായി ഈ പ്രലോഭനത്തോട് പ്രത്യുത്തരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നീ എത്ര സമ്പന്നനാണെങ്കിലും എത്ര സമൃദ്ധി ഉണ്ടായാലും ദൈവമില്ലാത്ത അവസ്ഥ അത് ശൂന്യതയാണ്. രണ്ടാമതായി സ്വയം താഴേക്ക് ചാടാനുള്ള പ്രലോഭനം, നീ ആരാണെന്ന് തെളിയിക്കാനുള്ള പ്രലോഭനം. ഇത് അഹങ്കാരത്തിൻ്റെ പ്രലോഭനമാണ്. ഇറ്റ്സ് എ ടെംപ്റ്റേഷൻ ഓഫ് പ്രൈഡ്, the need to control, to be admired, to demand signs from God instead of trusting Him. ഈശോ പ്രത്യുത്തരിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. മൂന്നാമതായി പിശാച് അവന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ത്യാഗമില്ലാതെ വിജയം നേടുക, കുരിശില്ലാതെ മഹത്വം നേടുക. ഒരുപക്ഷെ ഏറ്റവും അപകടപൂർണമായ പ്രലോഭനമാണിത്. ടു ചൂസ് an easier discipleship, a faith without surrender. ഈശോ പറയും, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധമായ നോമ്പുകാലം സഭയുടെ മരുഭൂമിയാണ്. ഒരുപക്ഷെ അറിയാതെ സേവിക്കുന്ന വ്യാജ ദൈവങ്ങളെ നേരിടാനുള്ള കാലം. കംഫർട്ട്സ്, ഈഗോ, കൺട്രോൾ, സിൻ, ഇങ്ങനെ അനേകം വ്യാജ ദൈവങ്ങൾ. ബട്ട് ഹിയർ ഈസ് ദ ഗുഡ് ന്യൂസ്. ഈശോ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് തോൽക്കാനല്ല, പിന്നെയോ നമുക്കായി ജയിക്കാനാണ്. പ്രലോഭനങ്ങളെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമല്ല, പിന്നെ ദൈവവചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്നതിലൂടെയും പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ഈശോ അസന്നിഗ്ധമായി തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. അതിനാൽ ഈ നോമ്പുകാലത്തിൽ മരുഭൂമിയിൽ നിന്ന് ഓടിപ്പോകരുത്. ഈശോയോടൊപ്പം നമുക്കും അതിൽ പ്രവേശിക്കാം. ഉപവാസത്തെ ഗൗരവമായി എടുക്കാം, ആഴമായി പ്രാർത്ഥിക്കാം, സത്യസന്ധമായി അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങാം. കാരണം മരുഭൂമി അനുഭവം ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.